അമേരിക്കയിൽ ദേവാലയത്തിന് നേരെ വെടിവെപ്പ് നടത്തിയ പ്രതി തോമസ് ജേക്കബ് സാൻഫോർഡ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുഭാവിയെന്ന് റിപ്പോർട്ട്. ട്രംപിനോട് അനുഭാവം വ്യക്തമാക്കുന്ന ഒട്ടേറെ പോസ്റ്റുകൾ ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മിഷിഗണിലെ ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസിലാണ് വെടിവെപ്പ് നടന്നത്. ഞായറാഴ്ച പള്ളിയിൽ പ്രാർത്ഥന നടക്കവെയാണ് വെടിവെപ്പ് നടന്നത്. പള്ളിയിലേക്ക് വാഹനം ഓടിച്ചെത്തിയ അക്രമി അപ്രതീക്ഷിതമായി വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. തീയാളി പടർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. ഇതിന് പിന്നാലെ ഇയാൾ പള്ളിക്ക് തീയിടുകയായിരുന്നു. പള്ളിയിൽ നടന്ന വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സംഭവ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് സാൻഫോർഡ് കൊല്ലപ്പെട്ടത്. സാൻഫോർഡ് ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികനായിരുന്നുവെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. 2004 മുതൽ 2008 വരെ നീണ്ടുനിന്ന സേവനത്തിനിടയിൽ സർജന്റായി സേവനമനുഷ്ഠിക്കുകയും മെഡലുകൾ നേടുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുൻ പട്ടാളക്കാരനാണ് തോമസ് ജേക്കബ്. ഇയാളുടെ അമ്മ മുൻപ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും 2004 മുതൽ 2008 വരെ ഇയാൾ ഇറാഖിൽ സേവനമനുഷ്ഠിച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത്. പള്ളിയിലേക്ക് ഇടിച്ചു കയറ്റിയ ട്രക്കിന്റെ ലൈസൻസ് പ്ലേറ്റിൽ ഇറാഖ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 2021 വെറ്ററൻസ് അഡ്മിനിസ്ട്രേഷൻ വഴി ഒരു ലോണും തോമസ് എടുത്തിട്ടുണ്ട്. ഇതും ഇയാൾ സൈനികനായിരുന്നുവെന്ന വാദത്തെ ശരിവെക്കുന്നുണ്ട്. ഇയാൾ എന്തിനാണ് മിഷിഗൺ പള്ളിക്ക് തീയിടുകയും പ്രാർത്ഥനയ്ക്കെത്തിയവരെ കൊലപ്പെടുത്തുകയും ചെയ്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പള്ളിയിലേക്ക് ട്രക്കുമായി ഇടിച്ചു കയറി സെമി ഓട്ടോമാറ്റിക് തോക്ക് ഉപയോഗിച്ചാണ് തോമസ് ജേക്കബ് സാൻഫോർഡ് വെടിവെപ്പ് നടത്തിയത്. ഇയാളുടെ വണ്ടിയിൽ നിന്ന് രൂപമാറ്റം വരുത്തിയ 3 തോക്കുകളും ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളോ തീവ്ര ആശയങ്ങളോ അതോ ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമേരിക്കയിൽ തോക്ക് കൈവശം വയ്ക്കുന്നതിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകണമെന്ന കാലങ്ങളായി ഉയരുന്ന ആവശ്യത്തെ മിഷിഗൺ പള്ളി വെടിവെപ്പ് വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട്.